ദൈവത്തിന് സ്തോത്രം. വീണ്ടും വരുന്നവരെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നല്ല നാമം ഈ നല്ല വൈകിയവേളയിലും നമ്മുടെ മധ്യ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഒരുമിച്ച് നല്ല കർത്താവിൻ്റെ സന്നിധിയിൽ സ്തുതിയോടെ സ്തോത്രത്തോടെ ആരാധന നിറഞ്ഞ അനുഭവത്തിലായിരിക്കുവാൻ സർവശക്തനായ ദൈവം നമുക്ക് ഒരുക്കി തന്ന വിലയേറിയ നല്ല അവസരത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ നല്ല വൈകിയവേളയിലും ഒരുമിച്ച് നല്ല കർത്താവിനെ സ്തുതിക്കാം. ആ കർത്താവിൻ്റെ നാമത്തെ ഈ വൈകിയവേളയിൽ ഈ പട്ടണ മധ്യത്തിൽ നമുക്ക് ഒരുമിച്ച് ഉയർത്താം. എല്ലാവരും ഒരുമിച്ച് നല്ല കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആ ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞവർ, തോട്ടത്തിൽ നടക്കുന്ന പരിശുദ്ധൻ്റെ കാലൊച്ച തിരിച്ചറിഞ്ഞവർ ഒരുമിച്ച് നല്ല കർത്താവിനെ സ്തുതിച്ചാട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അങ്ങയുടെ സ്നേഹത്തിനായി, അങ്ങയുടെ കരുതലിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ മധ്യം ഇറങ്ങി വന്ന കൃപയ്ക്കായി ഞങ്ങളങ്ങേ ഈ വൈകിയ വേളയിലും സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ആരാധനകൾ പ്രിയം വയ്ക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിച്ചപ്പോൾ, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തിയപ്പോൾ, ഞങ്ങളങ്ങേ സ്തുതിച്ചപ്പോൾ ഞങ്ങളുടെ മധ്യത്തിൽ അങ്ങിറങ്ങി വന്ന കൃപയ്ക്കായി താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ആരാധിച്ച് കൊതി തീരാത്തവർ, സ്തുതിച്ച് മതി വരാത്തവർ ഒരുമിച്ച് പിന്നെയും നല്ല കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തുതിക്കുന്നവന് മുമ്പിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ആരാധിക്കുന്നവൻ ആ വിടുതലുകളെ കാണും. പ്രാർത്ഥിക്കുന്നവൻ അത്ഭുതങ്ങൾക്കോടൊപ്പം സഞ്ചരിക്കും. ബൈബിൾ അത് വിളിച്ചു പറയുമ്പോൾ ഈ വൈകിയ വേളയിലും ഒരുമിച്ച് കർത്താവിനെ ആരാധിച്ചാട്ടെ. അത്ഭുതം കാണുവാൻ ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. വഴികൾ തുറക്കപ്പെടുവാൻ ഒരുമിച്ച് കർത്താവിന്റെ നാമത്തെ ഉയർത്തിയാട്ടെ. അസാധ്യങ്ങൾ സാധ്യമായി തീരുവാൻ ഒരുമിച്ച് നല്ല കർത്താവിന്റെ ആധാരങ്ങളെ തുറന്ന് കരങ്ങളെ തട്ടി ആ ഹൃദയം കൊണ്ട് ആ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ജീവിതത്തിലെ ഏറ്റവും അനുകൂലമായ അനുഗ്രഹമായ ഒരു വൈകിയ വേള നമുക്ക് ഒരുക്കി തന്ന നല്ല കർത്താവിന്, അവന്റെ സാന്നിധ്യം കൊണ്ട് നമ്മെ നിറച്ച നല്ല കർത്താവിന് പേര് ചോദിക്കാതെ, നമ്മുടെ വംശം ഗോത്രം ചോദിക്കാതെ, നമ്മുടെ കുലം ചോദിക്കാതെ, നമ്മുടെ ഇന്നലകളിലെ അവസ്ഥ ചോദിക്കാതെ നാം സ്തുതിച്ചപ്പോൾ, നാം ആരാധിച്ചപ്പോൾ, നാം കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നപ്പോൾ നമ്മുടെ മധ്യ ഇറങ്ങി വന്ന നല്ല കർത്താവ്, ആ കർത്താവിന്, മഹത്വത്തിന്റെ രാജാവിന്, കർത്താതി കർത്താവിന് കരങ്ങളെ തട്ടി അന്യ ഭാഷകള് വായ്കളെ തുറന്ന് ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറച്ചിരിക്കുന്ന കൃപയ്ക്കായി, ആത്മസാന്നിധ്യത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. പകരപ്പെടുന്ന ആത്മശക്തിക്കായി നാന്ദി കർത്താവേ. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഈ വൈകിയ വേളയിൽ ഞങ്ങളെ മൂടി മറച്ചിരിക്കുന്ന കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. പതിവ് പോലെ അങ്ങയുടെ നാമം മാത്രം ഉയരുന്ന, അങ്ങേക്ക് മാത്രം മഹത്വമുണ്ടാകുന്ന, അങ്ങയുടെ പേര് മാത്രം ഉയരുന്ന മറ്റൊരു സായംകാലം ഞങ്ങൾക്കായും ഒരുക്കിയ കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. സർവശക്തനെ, അത്യുന്നതനെ, മഹോന്നതനെ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന കർത്താവേ. കാലങ്ങൾക്ക് അതീതനായവനെ, സാഹചര്യങ്ങൾക്കും അവസ്ഥകൾക്കും മുമ്പിൽ പതറിപ്പോകാത്തവനെ, ഇന്ന് ഈ വൈകിയ വേളയിലും അങ്ങയുടെ മക്കളുടെ മധ്യത്തിൽ അങ്ങ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ പോകുന്ന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അങ്ങയുടെ നാമം മാത്രം ഉയരുന്ന നല്ലൊരു വൈകിയ വേള ഞങ്ങൾക്ക് അങ്ങ് ഒരുക്കി നൽകുവാൻ പോകുന്ന കൃപയ്ക്കായി സർവശക്തനെ ഒരിക്കൽ കൂടി മടികൂടാതെ അങ്ങയുടെ മക്കൾ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ മഹത്വപ്പെടുത്തുന്നു, അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ ആ സ്തോത്രം ദിവസനിലായിരിക്കുന്ന നിങ്ങളെ ഓർത്ത് നല്ല കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ രാത്രി, ഈ വൈകിയ വേളയിൽ നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന ഈ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും നല്ല കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും ആഗ്രഹിക്കുന്നതിനും അപ്പുറമായി നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ കഴിവുള്ള ഒരു കർത്താവുണ്ട്. ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ഒരുമിച്ചായിരിക്കുന്നു. ഒരു കാര്യം സന്തോഷത്തോടെ പറയട്ടെ, ഇനി ഈ സമയം മുതൽ, ഈ 5 മണി കഴിഞ്ഞ് 22 മിനിറ്റ് കഴിഞ്ഞ ഈ സമയം മുതൽ ദൈവം പ്രവർത്തിക്കുന്നു എന്നല്ല. ഇതിനകത്ത് നമ്മൾ പാടി സ്തുതിച്ചപ്പോൾ, ദൈവത്തെ ആരാധിച്ചു മഹത്വപ്പെടുത്തിയപ്പോൾ കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു കൊണ്ടേ ഇരുന്നു. അതേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അത് ഞാൻ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. ചില കെട്ടുകൾ ആരാധനയുടെ മധ്യത്തിൽ പൊട്ടിയിട്ടുണ്ട്. ആമേൻ. ചില ബന്ധനങ്ങൾ ആരാധനയുടെ മധ്യത്തിൽ അഴിഞ്ഞു മാറിയിട്ടുണ്ട്. ആമേൻ, സ്തോത്രം. ഒരു വ്യക്തിയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കാണിച്ചു. ഭവനത്തിനകത്ത് സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ, സന്തോഷം അനുഭവിക്കുവാൻ കഴിയാതെ കെട്ടി ബന്ധിക്കപ്പെട്ട ഒരു വ്യക്തിയെ ഇന്ന് ഈ വൈകിയ വേളയിൽ ആ കെട്ട് അഴിഞ്ഞിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ആ ബന്ധനത്തെ കർത്താവ് അഴിച്ചിട്ടുണ്ട്. നിന്റെ സമാധാനത്തെ നഷ്ടപ്പെടുത്തിയ, നിന്റെ സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തിയ, യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവരെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്ക്. ആമേൻ. ആത്മമണ്ഡലത്തിൽ ആ കെട്ട് പൊട്ടിയത് ഇന്ന് ഭൗതിക മണ്ഡലത്തിൽ തുടർന്നത് വെളിപ്പെടുവാൻ പോകുക. നീ കെട്ടപ്പെട്ട
ഭാരപ്പെട്ടവനായി കടന്നു വന്നുവെങ്കിൽ, നീ ബാധിക്കപ്പെട്ടവനായി കടന്നു വന്നുവെങ്കിൽ, നീ ബന്ധിക്കപ്പെട്ടവനായി കടന്നു വന്നുവെങ്കിൽ, ഈ വൈകിയ വേളയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് വിളിച്ചു പറയുന്നു, ഇങ്ങനെ നീ വന്നതുപോലെ മടങ്ങുവാൻ എന്റെ ദൈവം നിന്നെ അനുവദി. ഓ രാധാരാശാഖ, നീ വന്നതല്ല, എന്റെ ദൈവം നിന്നെ കൊണ്ടുവന്നതാ. നീ വന്നതല്ല, എന്റെ ദൈവം നിന്നെ കൊണ്ടുവന്നതാ. ചില സ്ഥാനങ്ങളിൽ എന്റെ കർത്താവിന് എടുത്തു നിർത്തുവാൻ, ചില സ്ഥാനങ്ങളിൽ ചിലർക്ക് മുമ്പിൽ നിന്നെ പരിചയപ്പെടുത്തും. ഓ ആമേൻ, ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, ഈ വൈകിയ വേളയിൽ ചിലരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ആലോചന പറയുന്നു. ചില സ്ഥാനങ്ങളിൽ എൻ്റെ ദൈവത്തിന് പ്രസന്റ് ചെയ്യുവാൻ, ആമേൻ, എൻ്റെ ദൈവത്തിന് പ്രസന്റ് ചെയ്യുവാൻ, ദൈവത്തിന് പ്രസന്റ് ചെയ്യുവാൻ, ദൈവത്തിന് പ്രസന്റ് ചെയ്യുവാൻ. ഇവൻ എൻ്റെ മകൻ, ഇവൾ എൻ്റെ മകൾ. ഓ യേശുവിൻ നാമത്തിൽ കർത്താവിനെ പ്രസന്റ് ചെയ്യുവാൻ, കർത്താവിന് നിന്നെ പ്രസന്റ് ചെയ്യുവാൻ യേശുവിൻ നാമത്തിൽ ആരാധിച്ചോട്ടെ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നിന്നെ കർത്താവ് ചില സ്ഥാനങ്ങളിൽ പ്രസന്റ് ചെയ്യുവാൻ പോകുന്നു. താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, സ്തോത്രം. ഈ സ്തോത്രം സമയം ദൈവസന്നിധിയിലായിരിക്കുമ്പോഴും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, ഇത് നിനക്കൊരു പഴയ ദൂതാണ്. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ചില സ്ഥാനങ്ങളിൽ കർത്താവ് നിന്നെ പ്രസന്റ് ചെയ്യാമെന്ന് സ്തോത്രം നാളുകൾക്ക് മുമ്പേ, മാസങ്ങൾക്ക് മുമ്പേ, വർഷങ്ങൾക്ക് മുമ്പേ നിന്നോട് പറഞ്ഞതാണ്. ആമേൻ, സ്തോത്രം. ആരോ കേട്ട് മറന്ന ദൂതിനെ ഈ വൈകിയ വേളയിൽ കർത്താവ് ഉറപ്പിക്കുക. ആമേൻ, സ്തോത്രം. കേട്ട് മറന്ന ദൂതിനെ, കേട്ട് വിട്ടുകളഞ്ഞ ദൂതിനെ ഈ വൈകിയ വേളയിൽ കർത്താവ് ഉറപ്പിക്കുക. തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ആമേൻ. ചില സ്ഥാനത്ത് കർത്താവ് നിന്നെ പ്രസന്റ് ചെയ്യുവാൻ പോകും. യേശുവിൻ നാമത്തിൽ ഏറ്റവും ബ്യൂട്ടിഫുള്ളായി, ഏറ്റവും ബ്യൂട്ടിഫുള്ളായി, ആമേൻ, യേശുവിൻ നാമത്തിൽ കർത്താവ് പറഞ്ഞു, ഏറ്റവും മനോഹരമായി, ഏറ്റവും മനോഹരമായി. നിന്നെ എങ്ങനെയൊക്കെ പ്രസന്റ് ചെയ്യുവാൻ നോക്കിയോ അങ്ങനെ ഒന്നും നിനക്ക് ചെയ്യുവാൻ പറ്റിയിട്ടില്ല. നിന്റെ തൊഴിലിൽ, നിന്റെ ബിസിനസ്സിൽ, ഓ സ്തോത്രം, ആമേൻ, യേശുവിൻ നാമത്തിൽ നിന്റെ ശുശ്രൂഷയിൽ നീ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ആഗ്രഹിച്ചത്, ആമേൻ, എങ്ങനെയൊക്കെ നിന്നെ പ്രസന്റ് ചെയ്യുവാനോ. നീ രാത്രികളിൽ ഒരുപാട് ഒരുങ്ങി, ആമേൻ, നീ രാത്രികളിൽ ഒരുപാട് നിന്നെ ഒരുക്കി, ആമേൻ, ഹല്ലേലൂയ, പ്രസന്റ് ചെയ്യുവാൻ വേണ്ടി നീ വന്നു. ആമേൻ, സ്തോത്രം. അതുവരെ എല്ലാം ശരിയായിരുന്നു. പക്ഷേ പ്രസന്റ് ചെയ്യുവാൻ വന്നിടത്ത് നീ അമ്പേ പരാജയപ്പെട്ടു പോയി. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നീ വിചാരിച്ചതുപോലെ നിന്നെ പ്രസന്റ് ചെയ്യുവാൻ കഴിഞ്ഞില്ല. ആമേൻ, നീ വിചാരിച്ചതുപോലെ നിന്നെ പ്രസന്റ് ചെയ്യുവാൻ കഴിഞ്ഞില്ല. നിന്റെ തൊഴിലിടത്തിൽ, ആമേൻ, നിന്റെ കഴിവിനൊത്തവണ്ണം നിന്നെ പ്രസന്റ് ചെയ്യുവാൻ കഴിഞ്ഞില്ല. ആമേൻ, നിന്റെ ശുശ്രൂഷയിൽ നിന്റെ കഴിവിനൊത്തവണ്ണം നിന്നെ പ്രസന്റ് ചെയ്യുവാൻ കഴിഞ്ഞില്ല. നിന്റെ കുടുംബ ജീവിതത്തിൽ നിന്റെ കഴിവിനൊത്തവണ്ണം നിന്നെ പ്രസന്റ് ചെയ്യുവാൻ കഴിഞ്ഞില്ല. വേദനയോടെ, ഭാരത്തോടെ കേൾക്കുന്ന പ്രിയരെ, തിരിച്ചറിയ്, ആർക്കും പ്രസന്റ് ചെയ്യുവാൻ കഴിയാത്ത വിധത്തിൽ ബ്യൂട്ടിഫുള്ളായി എൻ്റെ യേശു നിന്നെ പ്രസന്റ് ചെയ്യുക. ആമേൻ, ഹല്ലേലൂയ. ഏറ്റവും ബ്യൂട്ടിഫുള്ളായി, ഏറ്റവും ബ്യൂട്ടിഫുള്ളായി, ആമേൻ, ഹല്ലേലൂയ, ഏറ്റവും ബ്യൂട്ടിഫുള്ളായി, ഏറ്റവും ബ്യൂട്ടിഫുള്ളായി. ചില സ്ഥാനത്ത് എൻ്റെ ദൈവം നിന്നെ പ്രസന്റ് ചെയ്യുവാൻ പോകുക. നല്ലൊരു ഭർത്താവായി, നല്ലൊരു ഭാര്യയായി, നല്ലൊരു മകനായി, നല്ലൊരു മകളായി, നല്ലൊരു ശുശ്രൂഷകനായി. ഓ യെസ്, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. നന്ദി രാജാവേ. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. പ്രിയരെ, ഈ വൈകിയ വേളയിലും നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ബുദ്ധി ചില മുന്നറിയിപ്പുകളെ നമുക്ക് തരും. നമ്മളായിരിക്കുന്ന സ്ഥാനം, നമ്മളായിരിക്കുന്ന ചുറ്റുവട്ടം, നമ്മളായിരിക്കുന്ന ആ ഒരു എൻവയോൺമെൻറ്റ്, ആമേൻ, ഒരുപക്ഷെ നമ്മുടെ ജഡത്തെ തൃപ്തിപ്പെടുത്തുന്നതായിരിക്കണമെന്നില്ല. ഈ അവസ്ഥയിൽ, ഞാനായിരിക്കുന്ന സാഹചര്യത്തിൽ, ഞാനുള്ള ചുറ്റുപാടിൽ എങ്ങനെ ദൈവത്തിൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും? ആമേൻ, സ്തോത്രം. അങ്ങനെ ആരെങ്കിലും ചിന്തിച്ച് ഇതിനകത്തായിരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ദൈവത്തെ മനസ്സിലാക്കുന്നതിൽ തെറ്റുപറ്റിയെന്ന് ഓർമ്മിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് വിളിച്ചു പറയുന്നു. അവൻ പർവ്വതത്തിൻ്റെ മുകളിൽ മടികൂടാതെ ഇറങ്ങി വരുന്നവനാണ്. ആമേൻ. എൻ്റെ ദൈവം പർവ്വതത്തിൻ്റെ മുകളിൽ മടികൂടാതെ ഇറങ്ങി വരുന്നവനാണ്. അവൻ താഴ്വരയിലും മടിയില്ലാതെ ഇറങ്ങി വരുന്നവനാണ്. അവൻ പത്മോസിൻ്റെ ഏകാന്തതയിലും മടികൂടാതെ
കൂടാതെ ഇറങ്ങി വരുന്നവനാണ്. അവൻ യാബോക്കിന്റെ കടവിങ്കലും ഇറങ്ങി വരുന്നവനാണ്. അവൻ മഹാനദിയുടെ കരവിലും ഇറങ്ങി വരുന്നവനാണ്. നീ ഒരുക്കത്തോടെ ആയിരിക്കുമെങ്കിൽ നീ ആയിരിക്കുന്ന ഈ സ്ഥാനത്ത് എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. നിന്റെ കണ്ണ് കാണിച്ചു തരുന്ന ചുറ്റുപാടുകളിലേക്ക് നോക്കണ്ട, നിന്റെ ബുദ്ധി പറഞ്ഞു തരുന്ന ഇന്നലകളിലേക്ക് നോക്കണ്ട. അതിനപ്പുറമായി നീ ഒരുങ്ങിയായിരിക്കുന്ന സ്ഥാനത്ത് യേശുവേ ഇന്ന് എനിക്ക് വേണ്ടി നീ ഒരു അത്ഭുതത്തെ പ്രവർത്തിക്കണമേ. യേശുവേ ഇന്ന് നീ ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ ചെയ്യണമേ. യേശുവേ ഇന്ന് ഞാൻ ഒരു അത്ഭുതം കണ്ടെഴുന്നേൽക്കണമേ. യേശുവേ എൻ്റെ ജീവിതത്തിൽ നീ ഒരു അത്ഭുതമാക്കി മാറ്റണമേ. യേശുവേ ഇന്ന് എനിക്ക് വേണ്ടി ഒരു അത്ഭുതം, ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം. ആരൊക്കെ പ്രാർത്ഥിച്ചതിനകത്തായിരിക്കുന്നു? ആമേൻ. കെട്ടപ്പെട്ട് കടന്നു വന്ന നീ കെട്ടഴിഞ്ഞ് സ്വാതന്ത്ര്യം പ്രാപിച്ചു. യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി യേശുവേ, ഹല്ലേലൂയ. കെട്ടുകൾ പൊട്ടും. ആമേൻ, സ്തോത്രം. നോക്കൂ, ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ അവൻ ലേഹിയിൽ എത്തിയപ്പോൾ ഫെലിസ്ത്യൻ അവനെ കണ്ടിട്ട് ആർത്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. അവന്റെ കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെ ആയി. അവന്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചു പോയി. അവന്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചു പോയി. ശ്രദ്ധിക്കണമേ, ശിംശോൻ എന്ന അഭിഷിക്തൻ, ശിംശോൻ എന്ന അഭിഷേകമുള്ളവൻ, ശിംശോൻ എന്ന ന്യായാധിപൻ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, മാതാപിതാക്കളാൽ ഒരുക്കപ്പെട്ടവർ, എന്തിനു വേണ്ടി? കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, കർത്താവിന്റെ നാമത്തിൽ അറിയപ്പെടുവാൻ മാതാപിതാക്കളാൽ ഒരുക്കപ്പെട്ട, സ്തോത്രം, ശിംശോൻ എന്ന ന്യായാധിപൻ ആ കാലഘട്ടത്തിലെ ഏറ്റവും ശക്തനായ മനുഷ്യൻ. വചനം പറയുന്നു ആ മനുഷ്യൻ ബന്ധിക്കപ്പെട്ടു. എന്താണ് വചനം പറയുന്നത്? ആ മനുഷ്യൻ ബന്ധിക്കപ്പെട്ടു. ശക്തൻ ബന്ധിക്കപ്പെട്ടു. അഭിഷേകമുള്ളവൻ ബന്ധിക്കപ്പെട്ടു. കർത്താവിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവൻ ബന്ധിക്കപ്പെട്ടു. മാതാപിതാക്കളാൽ പൊത്തി പൊത്തി വളർത്തപ്പെട്ടവൻ ബന്ധിക്കപ്പെട്ടു. ബന്ധിക്കപ്പെട്ടത് നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ തലമുറകൾ, നീ സ്തോത്രം സൗന്ദര്യം നോക്കി, നീ ചന്തം നോക്കി, നാളെ അവർ ഇങ്ങനെ ആകണം അങ്ങനെ ആകണമെന്ന് ആഗ്രഹിച്ച് കൊതിച്ചു വളർത്തിയത് ബന്ധിക്കപ്പെട്ടായിരിക്കുന്നു. ഈ വൈകിയ വേളയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നിനക്കൊരുക്കമുണ്ടെങ്കിൽ ആ കെട്ടഴിക്കുവാൻ എൻ്റെ ദൈവം തയ്യാറായി ഈ വൈകിയ വേളയിൽ ഇതിന് മധ്യത്തിൽ വന്നിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ആ കെട്ടിനെ കർത്താവ് അഴിക്കും. ആമേൻ. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടതിനെ കെട്ടിയ കെട്ട്. യേശുവിൻ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടതിന്, കർത്താവിന്റെ നാമം ഉയർത്തേണ്ടതിന്, കർത്താവിന് വേണ്ടി നിൽക്കേണ്ടതിന് കെട്ടിയ കെട്ട് ഒന്നുമാകുവാൻ കഴിയാതെ പലരുടെ മുമ്പിൽ തലകുനിച്ച് ഒതുക്കപ്പെട്ട അവസ്ഥയിൽ യേശുവിൻ നാമത്തിൽ ആ കെട്ടുകളെ സർവശക്തനായ ദൈവം ഈ വൈകിയ വേളയിൽ പൊട്ടിക്കുക. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ആമേൻ. അഭിഷിക്തൻ കെട്ടപ്പെട്ടു. അഭിഷിക്തൻ കെട്ടപ്പെട്ടു. ഒരുപക്ഷേ സ്തോത്രം ഇത് ഒരു വൈരുദ്ധ്യം നിറഞ്ഞ ചിന്തയാണ്. ആമേൻ. അഭിഷേകമുള്ളവൻ, ആരാധിക്കുന്നവൻ, പ്രാർത്ഥിക്കുന്നവൻ ബന്ധിക്കപ്പെടുമോ? ഇതിനകത്തായിരിക്കുമ്പോൾ നമ്മൾ കുറച്ചു നേരത്തെ അനുഭവിച്ചതാണ് ആ ദൈവ സാന്നിധ്യം. നമ്മൾ ചാടി തുള്ളി നൃത്തം ചെയ്തു. ആമേൻ, സ്തോത്രം. കുറേയൊക്കെ ജിജോ ബ്രദർ ശ്രമിച്ചിട്ടാണെങ്കിലും പലരും കൈയടിച്ച് ആരാധിച്ചു. ആമേൻ, സ്തോത്രം. കൈയടിക്കുന്നവർ, ആമേൻ, ആരാധിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ ബന്ധിക്കപ്പെടുമോ? ആമേൻ. അഭിഷേകമുള്ളവർ ബന്ധിക്കപ്പെടുമോ? കർത്താവിന് വേണ്ടി നിൽക്കുന്നവർ ബന്ധിക്കപ്പെടുമോ? പലപ്പോഴും നമ്മോട് തന്നെ പിശാച് ചോദിപ്പിക്കുകയും ആമേൻ, ഇല്ല അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല, ഞാൻ അന്നും ഇന്നും എന്നും സേഫാണെന്ന് പറയിപ്പിച്ച് അതേ മടി പിടിച്ചിരുത്തിപ്പിക്കുന്ന ആ അവസ്ഥയ്ക്ക് ബൈബിൾ ഉത്തരം നൽകുന്നുണ്ട്. നീ ആരായിരുന്നാലും നിന്നെക്കാൾ അതേ വലിയവനെ ബന്ധിക്കുവാൻ കഴിവുള്ള ഒരു പിശാച് ഈ ലോകത്തിലുണ്ട്. അവൻ ലോകത്തിന്റെ പ്രഭുവായി നിൽപ്പുണ്ട്. ആമേൻ, ഹല്ലേലൂയ. കാലിടറിയാൽ അവൻ കെട്ടും. ആമേൻ, ഹല്ലേലൂയ. നിന്റെ കണ്ണൊന്ന് തെറ്റിയാൽ അവൻ നിന്നെ ബന്ധിക്കും. നിന്റെ സ്തോത്രം, നിന്റെ വഴിയൊന്ന് തെറ്റിപ്പോയാൽ, നിന്റെ നടത്തെ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയാൽ കെട്ട് വീഴുമെന്ന് വചനം പറയുന്നു. അവിധത്തിൽ കെട്ടപ്പെട്ടവനാണ് ശിംശോൻ. നടക്കേണ്ട വഴിയിൽ നിന്ന് അല്പമൊന്ന് സ്തോത്രം വഴി തിരിഞ്ഞു പോയി. ഒരു ചെറിയ വഴി മാറ്റം ഉണ്ടായിപ്പോയി. ഫലമോ ബന്ധിക്കപ്പെട്ടു. ഫലമോ ബന്ധിക്കപ്പെട്ടു. എന്നെ കേൾക്കുന്ന പ്രിയരെ, പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, ആരാധിക്കുന്നത് കൊണ്ട്,
ഉള്ളതുകൊണ്ട്, ദൈവവിളി ഉള്ളതുകൊണ്ട്, ദൈവശബ്ദം കേട്ടതുകൊണ്ട് ബന്ധിക്കപ്പെടത്തില്ല. അതേ ശത്രുവിന്റെ ഇഷ്ടത്തിനകത്ത് എറിയപ്പെടത്തില്ല. എല്ലാം വിചാരിച്ചതുപോലെ നടക്കും. അങ്ങനെ കരുതി മൂഢ സ്വർഗത്തിൽ ആയിരിക്കരുത്. ബന്ധിക്കപ്പെട്ടവരായി എന്നെ കേൾക്കുന്നവരുണ്ട്. നീ ബന്ധിക്കപ്പെട്ടത് സത്യമെങ്കിൽ ആ ബന്ധനത്തെ അഴിക്കുന്ന ഒരു ദൈവമുണ്ട്. അവനെ കുറിച്ച് അത്രേ ഈ രാത്രിയിൽ എനിക്ക് സംസാരിക്കുവാനുള്ളത്. ആമേൻ. നീ ബന്ധിക്കപ്പെട്ടത് സത്യമാണെങ്കിൽ ആ ബന്ധനത്തെ അഴിക്കുവാൻ എന്റെ കർത്താവിന് കഴിയും. ആമേൻ. ശിംശോന്റെ സ്തോത്രം, മാതാപിതാക്കൾ അവനെ വളർത്തിയ വളർച്ചയുടെ ആ രീതിയിലല്ല, അല്ലെങ്കിൽ അവൻ ന്യായാധിപൻ ആയതുകൊണ്ട് അവന്റെ കെട്ട് പൊട്ടി എന്നല്ല. വചനം പറയുന്നു, ദൈവത്തിന്റെ ആത്മാവ് അവന് മേൽ വന്നു, ചണതൂൽ തീ തൊട്ട് വെന്ത് മാറുന്നത് പോലെ കെട്ടുകൾ പൊട്ടി മാറി. ഇന്ന് ഈ വൈകിവേളയിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഇതിനകത്ത് നീ പ്രാർത്ഥിക്കുമ്പോൾ, ഇതിനകത്ത് നീ ആരാധിക്കുമ്പോൾ, ഇതിനകത്ത് കർത്താവിന്റെ നാമത്തെ ഉയർത്തുമ്പോൾ നിന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരും. കൈകളിലെ കെട്ടുപൊട്ടും, നാവിലെ കെട്ടുപൊട്ടും, നിന്റെ ശരീരത്തിലെ കെട്ടുപൊട്ടും, നിന്റെ കാലുകളിലെ കെട്ടുപൊട്ടും. ദീർഘവർഷങ്ങളായി സ്തോത്രം ഒരു കുറ്റിയിൽ കെട്ടിയിട്ടതുപോലെ ഒരു പ്രത്യേക സ്ഥാനത്ത് ഇങ്ങനെ ചുറ്റി നടക്കുന്ന അവസ്ഥ യേശുവിൻ നാമത്തിൽ കെട്ടുപൊട്ടുമ്പോൾ രാജ്യങ്ങളുടെ വാതിലുകൾ നിനക്ക് മുമ്പിൽ തുറക്കപ്പെടും. യേശുവിൻ നാമത്തിൽ ചില കെട്ടുകൾ പൊട്ടുമ്പോൾ ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ചില കെട്ടുകൾ പൊട്ടുമ്പോൾ ആ കുറ്റി നിനക്ക് ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ നാമത്തിൽ ഇപ്പൊ കയ്യടിയുണ്ട്, ഇപ്പൊ ആരാധനയുണ്ട്, പ്രാർത്ഥനയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ആമേൻ, സ്തോത്രം, ആമേൻ, ആ ഒരു കെട്ടിനകത്ത് കിടക്കുക. ആ കുറ്റിക്ക് ചുറ്റും കിടന്ന് വട്ടം സ്തോത്രം കറങ്ങുക. ധാരാളം പുല്ലുണ്ട്. ആമേൻ. നല്ല പച്ചപ്പുള്ള പാടമാ. പക്ഷെ പാവം പശുവിനെ കുറ്റിയിൽ കെട്ടിയിട്ടിരിക്കുക. അങ്ങോട്ട് ചാടുന്നുണ്ട്, ഇങ്ങോട്ട് ചാടുന്നുണ്ട്, നാക്ക് നീട്ടുന്നു, പക്ഷെ ഒന്നും കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല. ആ കെട്ട് കർത്താവ് അഴിക്കുവാൻ പോകുക. നീ പച്ചപ്പിലേക്ക് പ്രവേശിക്കുവാൻ പോകുക. നിന്റെ അദാരിദ്ര്യത്തിന്, നിന്റെ ഇല്ലായ്മയ്ക്ക്, വരൾച്ചയ്ക്ക് അറുതി വരും. യേശുവിൻ നാമത്തിൽ താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ. ഹല്ലേലൂയ. ആ കെട്ട് പൊട്ടുന്ന കൃപയ്ക്കായി, ആ ബന്ധനം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ ആത്മാവ് വരും. നിന്റെ കരങ്ങളെ കെട്ടിയ കെട്ടുപൊട്ടും. നിന്റെ ബുദ്ധിയെ കെട്ടിയ കെട്ടുപൊട്ടും. ആമേൻ. നിന്റെ ശരീരത്തെ കെട്ടിയ കെട്ടുപൊട്ടും യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. നന്ദി കർത്താവേ. ആ ബന്ധനം അഴിയുന്ന കൃപയ്ക്കായി, ആ ഇട്ടാവട്ടത്തിൽ നിന്ന് എനിക്കറിയത്തില്ല ഇന്ന് ഈ സമയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് സ്തോത്രം പുറത്തല്ല, ഇതിനകത്ത് സ്പെസിഫിക്കായി വിളിച്ചു പറയട്ടെ. ആ കുറ്റിക്ക് ചുറ്റും കിടന്ന് കറങ്ങുന്ന, വട്ടം കറങ്ങുന്ന, കുറേ നാളായി കിടന്ന് വട്ടം കറങ്ങുന്ന ആ അവസ്ഥയിൽ നിന്ന് ചിലർ പുറത്തു വരുവാൻ പോകുക. നീ കണ്ടു കൊതിക്കുന്ന പച്ചപ്പിലേക്ക്, നീ കണ്ടു കൊതിക്കുന്ന പച്ചപ്പിലേക്ക്, നീ കണ്ടു കൊതിക്കുന്ന പച്ചപ്പിലേക്ക്, നീ കൊതിയോടെ നോക്കുന്ന പച്ചപ്പ് യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ ശിംശോന്റെ കരങ്ങളെ കെട്ടിയ ആ കെട്ടുകളെ തീ തൊട്ട ചണനൂൽ പോലെ പൊട്ടിക്കുവാൻ ഇറങ്ങി വന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വൈകിവേളയിൽ, ഈ സ്തോത്രം ആമനവേളയിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ആമേൻ. ചില കെട്ടുകൾ പൊട്ടുക. ദേശത്തിൽ ഒത്തിരി കുടുംബങ്ങൾക്കകത്ത് കെട്ടിയ കെട്ടുകൾ പൊട്ടുക യേശുവിൻ നാമത്തിൽ. ഒത്തിരി വ്യക്തികളെ കെട്ടിയ കെട്ടുകൾ യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. നോക്കൂ, വചനം പറയുന്നു, അവൻ കെട്ടപ്പെട്ടവനായി ഫെലിസ്ത്യരുടെ അടുക്കൽ അഥവാ ശത്രുക്കളുടെ മുമ്പിൽ എത്തപ്പെട്ടു. ആമേൻ. അവൻ കെട്ടപ്പെട്ടവനായി ശത്രുക്കളുടെ മുമ്പിൽ എത്തപ്പെട്ടു. എപ്പോഴും ഭയം ഇതാണ്, ഞാൻ പരാജിതനായി എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ നിൽക്കേണ്ടി വരുമോ? എന്നെ ഇഷ്ടമില്ലാത്തവരുടെ മുമ്പിൽ ഞാൻ ഒന്നുമാകാത്തവനായി തലകുനിച്ച് നിൽക്കേണ്ടി വരുമോ? ഞാൻ ഒന്നും പ്രാപിക്കുവാൻ കഴിയാത്തവനായി എന്നെ വെറുക്കുന്നവരുടെ മധ്യത്തിൽ, എനിക്ക് വിരോധമായി അവസരം കിട്ടുമ്പോഴൊക്കെ അപവാദം പറയുന്നവരുടെ മധ്യത്തിൽ, എന്നെ കുത്തി വേദനിപ്പിക്കുവാൻ ശ്രമിക്കുന്നവരുടെ മധ്യത്തിൽ ഞാൻ ഒരു പരാജിതനായി നിൽക്കേണ്ടി വരുമോ? ഞാൻ ബാധിക്കപ്പെട്ടവനായി നിൽക്കേണ്ടി വരുമോ? ഞാൻ ബന്ധിക്കപ്പെട്ടവനായി നിൽക്കേണ്ടി വരുമോ? പലപ്പോഴും ചോദ്യം അതാണ്. പല രാത്രികളിലെയും ഉറക്കത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന ചോദ്യം അതാണ്. അവരുടെ മുമ്പിൽ, അവന്റെ മുമ്പിൽ, അവളുടെ മുമ്പിൽ, അവിടെ ഞാൻ പരാജിതനായി നിൽക്കേണ്ടി വരുമോ? ആമേൻ. പരാജയമല്ല, ചിലരുടെ മുമ്പിൽ പരാജിതനായി നിൽക്കുക എന്നത് നമുക്ക് സഹിക്കുവാൻ കഴിയാത്ത കാര്യമാണ്. ഇവിടെ നോക്കൂ,
ശത്രുക്കളുടെ മുമ്പിൽ കെട്ടപ്പെട്ടവനായ ഫെലിസ്ത്യൻ, ശത്രുക്കളുടെ മുമ്പിൽ കെട്ടപ്പെട്ടവനായ ഫെലിസ്ത്യൻ, ശത്രുക്കൾ കെട്ടപ്പെട്ടവനായ ഫെലിസ്ത്യൻ. സ്തോത്രം. ശിംശോനെ കണ്ടപ്പോൾ വചനം പറയുന്നു, അവർ ആമേൻ അവനെ കണ്ടിട്ട് ആർത്തു. അവർ അവനെ കണ്ടിട്ട് ആർത്തു. ആമേൻ. ഒട്ടും സഹിക്കുവാൻ വയ്യാത്തത് ഇതാണ്. ആമേൻ. നീ ഇത്രയൊക്കെ പാടി, നീ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചു, നീ ഇത്രയൊക്കെ ആരാധിച്ചു, നീ ഇത്രയൊക്കെ കൈയടിച്ചു, നീ ഇത്രയൊക്കെ ഓടി, നീ പലതും കർത്താവിന് വേണ്ടി ചെയ്തു, കർത്താവിന്റെ നാമത്തിൽ നിന്നു, എന്നിട്ടും നിന്റെ ജീവിതം എന്താണ് ഇങ്ങനെ? ആമേൻ. ഞങ്ങൾ പറഞ്ഞതാണല്ലോ ശരി, ഞങ്ങളാണല്ലോ ശരി. ചിലർ സന്തോഷത്തോടെ ആർക്കുന്നുണ്ട്, ചിലർ സന്തോഷത്തോടെ ആർക്കുന്നുണ്ട്. ഒരു നിമിഷം ശ്രദ്ധിക്കണമേ. ശിംശോൻ കെട്ടപ്പെട്ടപ്പോഴും ശിംശോനൊരു ദൈവം ഉണ്ടായിരുന്നു. ആമേൻ. കെട്ടി അവനായിരുന്ന സ്ഥാനത്ത് നിന്ന് പുറത്തു കൊണ്ടുവന്നപ്പോഴും ശിംശോനൊരു ദൈവം ഉണ്ടായിരുന്നു. ശത്രുക്കളുടെ മുമ്പിലും ശിംശോനൊരു ദൈവം ഉണ്ടായിരുന്നു. എന്നാൽ അവർ ആർത്തപ്പോൾ ശിംശോന്റെ ദൈവം ആരെന്ന് ദൈവം വെളിപ്പെടുത്തി. ആമേൻ. നിനക്ക് വിരോധമായി ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്ന ശത്രു ആർപ്പിടുമ്പോൾ, നിന്റെ പരാജയം കണ്ട് ആർത്തട്ടഹസിച്ച് ചിരിക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, തിരിച്ചറിയ നിനക്കൊരു ദൈവമുണ്ടെന്ന്. നിന്റെ ദൈവം ആരെന്ന് സർവശക്തനായ ദൈവം വെളിപ്പെടുത്തും. യേശുവിൻ നാമത്തിൽ നീ കെട്ടപ്പെട്ടവനായി തലകുനിച്ച് പലരുടെയും വാക്കുകൾ കേട്ട് പ്രതിവാദം പറയുവാൻ കഴിയാതെ, നിന്നയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട്, അപമാനിക്കുന്നതാണെന്ന് തിരിച്ചറിഞ്ഞിട്ട്, നിന്നെ കുത്തി വേദനിപ്പിക്കുന്നതാണെന്ന് തിരിച്ചറിഞ്ഞിട്ട്, നിന്റെ പാസ്റ്റിനെ ചികഞ്ഞെടുത്ത്, നിന്റെ ജീവിതത്തിൽ ഇന്നലകളിൽ സംഭവിച്ച വീഴ്ചകളെ കുത്തിക്കാണിച്ച് നിന്നെ മുറിപ്പെടുത്തുന്നതാണെന്ന് തിരിച്ചറിഞ്ഞിട്ട്, ഒരു പൊട്ടനെ പോലെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന, യേശുവിൻ നാമത്തിൽ ഒരു പൊട്ടിയെ പോലെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന, ഉള്ളം കൊണ്ട് കരഞ്ഞ് പുറമേ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന, നിന്നെ കണ്ട് ആർപ്പിടുന്ന ആ കൂട്ടമുണ്ടല്ലോ, അവരുടെ മുൻപിൽ നിന്റെ ദൈവമാരെന്ന് നിന്റെ ദൈവം വെളിപ്പെടുത്തുവാൻ പോകുക. ആമേൻ. ഹല്ലേലൂയ. ദൂത് തിരിച്ചറിഞ്ഞവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. മൗനമായിരിക്കരുത്. നിനക്ക് ലഭിച്ച ഈ സമയം, സ്തോത്രം, ഈ സമയം നീ പാഴാക്കി കളയരുത്. നിനക്ക് വേണ്ടി, മോശയ്ക്ക് വേണ്ടി പർവ്വതത്തിൽ ഇറങ്ങി വന്ന ദൈവം ഇന്ന് ഈ വൈകിയവേളയിൽ ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ആമേൻ. പത്മോസിൽ ഇറങ്ങി വന്ന ദൈവം നിനക്ക് വേണ്ടി ഈ രാത്രി ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. ഈ രാത്രിയിൽ മേൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി സർവശക്തനായ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. ആമേൻ. പർവ്വതത്തിൽ ഇറങ്ങി വന്ന ദൈവം, പർവ്വതത്തിന്റെ ഏകാന്തതയിൽ മോശ തളർന്നു പോകാതെ മോശയ്ക്ക് വേണ്ടി ഇറങ്ങി വന്ന ദൈവം ഇന്ന് ഈ വൈകിയ വേളയിൽ, ഈ ആമരവിളയിൽ, അതേ ഈ ബിൽഡിങ്ങിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. സർവശക്തനായ ദൈവം. ഹല്ലേലൂയ. അവർ ആർപ്പിട്ട് മടങ്ങിപ്പോകാതിരിക്കുവാൻ അവൻ പലപ്പോഴും ചോദിക്കുന്നുണ്ട്, യേശുവേ ഞാൻ ബന്ധിക്കപ്പെട്ടപ്പോൾ നീ എവിടെയാ? യേശുവേ ഞാൻ കഷ്ടത അനുഭവിച്ചപ്പോൾ നീ എവിടെയാ? യേശുവേ ഞാൻ ബന്ധിക്കപ്പെട്ടവനായി, ആമം വയ്ക്കപ്പെട്ടവനായി നടന്നു തുടങ്ങിയപ്പോൾ നീ എവിടെയാ? പലപ്പോഴും നിന്റെ ചോദ്യം അതാ. എന്നെ കേൾക്കുന്ന സഹോദരി, നിന്റെ ചോദ്യം അതാ. ഞാൻ ഇത്രമാത്രം കരഞ്ഞിട്ട് നീ എവിടെയാ കർത്താവേ? ഞാൻ ഇത്രമാത്രം അനുഭവിച്ചിട്ട് നീ എവിടെയാ കർത്താവേ? ഞാൻ ഓടി അലഞ്ഞിട്ട് നീ എവിടെയാ കർത്താവേ? ഞാൻ പലരുടെയും, എൻ്റെ പ്രിയപ്പെട്ടവരുടെ പോലും പരിഹാസ വാക്കുകൾക്ക് ഒറ്റപ്പെടുത്തലും സഹിച്ച് ഓടി അലയുന്ന അവസ്ഥയിലായിത്തീർന്നിട്ടും ഞാൻ എവിടെയാ, നീ എവിടെയാ കർത്താവേ? നീ ചോദ്യം ചോദിച്ചായിരിക്കുക. സഹോദരി കേൾക്ക്, അവർ ആർപ്പിടുമ്പോൾ നിന്റെ ദൈവമാരെന്ന് അവർ അറിയുവാൻ പോകുക. ചുറ്റും നിന്ന് ആർപ്പിടുവാൻ കൂടി നിൽക്കുന്ന ഒരു ശത്രുവിന്റെ കൂട്ടമുണ്ടല്ലോ, നീ ഭയപ്പെടുന്ന ആ കൂട്ടമുണ്ടല്ലോ, അതേ കേൾക്ക്, അവർ നിന്റെ ദൈവമാരെന്ന് അറിയുവാൻ പോകുക. നിന്റെ കെട്ടുകളെ പൊട്ടിക്കുന്ന, നിന്റെ ബന്ധനങ്ങളെ അഴിക്കുന്ന, യേശുവിൻ നാമത്തിൽ നിന്റെ ബന്ധനങ്ങളെ അഴിക്കുന്ന, നിന്നെ സ്വതന്ത്രനാക്കുന്ന, നിന്നെ സ്വതന്ത്രയാ. Thank you Lord. Hallelujah. Hallelujah. നന്ദി കർത്താവേ, നന്ദി യേശുവേ. Hallelujah. സ്തോത്രം. യേശുവിൻ നാമത്തിൽ നീ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ, നീ ഇന്ന് ഈ വൈകിയവേളയിൽ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ, നീ അത്ഭുതം കണ്ടിട്ടല്ലാതെ പോകത്തില്ല. ആമേൻ. സ്തോത്രം. Hallelujah. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. താഴെ വലിയൊരു ജനക്കൂട്ടം, ഏകദേശം 3 ലക്ഷം പേർ വരും. പുറപ്പാട് പുസ്തകത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. മോശ സീനായ് പർവ്വതത്തിന് മുകളിലേക്ക് കയറി പോകുന്നു. ആമേൻ. സ്തോത്രം. ഓരോ ചുമട് വയ്ക്കുന്തോറും മോശയുടെ ഉള്ളിൽ തന്നോട് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ പ്രതീക്ഷയുടെ മുകളിലേക്ക് കയറി പോകുന്നു. ഞാൻ പ്രതീക്ഷിക്കുന്നത് കണ്ടെത്താതെ തിരികെ വന്ന ഈ 30 ലക്ഷത്തോട് ഞാൻ എന്ത് മറുപടി പറയും? ആമേൻ. സ്തോത്രം. ഇവരെ ഞാൻ എങ്ങനെ മുൻപോട്ട് നടത്തും? ഇവരുടെ മുൻപിൽ നിന്ന് ഞാൻ എങ്ങനെ ഈ വലിയ പ്രതിസന്ധിയെ അതിജീവിക്കുവാൻ ഇവരെ പ്രാപ്തരാക്കി തീർക്കും? പലരുടെയും ചോദ്യങ്ങളുണ്ട്. ആമേൻ. ചിലരെ നിനക്ക് മുൻപോട്ട് നടത്തേണ്ടതുണ്ട്. പല ആവശ്യങ്ങളുമുണ്ട്. ആമേൻ. പലതും അവർക്ക് വേണ്ടി, നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. നീ മല കയറുകയാ.
ആമേൻ സ്തോത്രം. എവിടെ സ്തോത്രം. പലപ്പോഴും നീ ഭാരപ്പെടുന്നുണ്ട്, പലപ്പോഴും നീ ഭയപ്പെടുന്നുണ്ട്. ഈ യാത്ര പരാജയപ്പെട്ടു പോകുമോ? ഞാൻ ഈ യാത്രയിൽ പരാജയപ്പെട്ടു പോകുമോ? എനിക്ക് ജയം കാണുവാൻ കഴിയത്തില്ലേ? കേൾക്ക്, നീ പരാജിതനായി ഇറങ്ങുവാൻ മോശയ്ക്ക് വേണ്ടി പർവ്വതത്തിൽ ഇറങ്ങി വന്ന് എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ സ്തോത്രം. നീ പരാജിതനായി ഇറങ്ങി വരത്തില്ല. നിന്നിൽ പ്രതീക്ഷയോടെ നോക്കുന്നവർ ലജ്ജിച്ച് തലകുനിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. നിന്നെ പ്രതീക്ഷയോടെ നോക്കുന്ന ഒരു കൂട്ടമുണ്ട്. ആമേൻ ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന നിന്നെ പ്രതീക്ഷയോടെ നോക്കുന്ന ഒരു കൂട്ടമുണ്ട്. മോശേ, അത്ഭുതങ്ങൾ കാണിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത നിന്നെ പ്രതീക്ഷയോടെ നോക്കുന്ന ഒരു കൂട്ടമുണ്ട്. വിക്കനായിരുന്നിട്ടും പ്രായമേറെയായിട്ടും പറയത്തക്ക കഴിവുകൾ നിലനിൽപ്പയിൽ ഇല്ലാതിരുന്നിട്ടും നിന്നെ തിരഞ്ഞെടുത്ത ഒരു ദൈവമുണ്ട്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അവൻ നിന്നെ ബ്യൂട്ടിഫുള്ളായി പ്രസന്റ് ചെയ്യുവാൻ പോകുക. ആമേൻ ഹല്ലേലൂയ. ആമേൻ. 40 വയസ്സിൽ പ്രസന്റ് ചെയ്യുവാൻ കഴിയാത്ത, 40 വയസ്സിൽ മോശയ്ക്ക് പ്രസന്റ് ചെയ്യുവാൻ കഴിയാത്തതുപോലെ മോശയെ 80-ാം വയസ്സിൽ ദൈവം പ്രസന്റ് ചെയ്യുക. ആരോ വേദനയോടെ പറയുന്നുണ്ട്, അന്നായിരുന്നുവെങ്കിൽ. ഓ സ്തോത്രം, യേശുവിൻ നാമത്തിൽ. അന്ന് നീ പരാജയപ്പെട്ടു പോയി. നിന്റെ പരാജയത്തിന്റെ കണക്കെടുപ്പ് ഇവിടെ ഇല്ല. ആമേൻ സ്തോത്രം. ഇന്ന് നിന്നെ എൻ്റെ കർത്താവ് പ്രസന്റ് ചെയ്യുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. നന്ദി കർത്താവേ. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ജനം ആർപ്പിട്ടപ്പോ വചനം പറയുന്നു, ആ കെട്ട് പൊട്ടി. ആമേൻ സ്തോത്രം. അതിനൊരു സമയമുണ്ട്. ആമേൻ ഹല്ലേലൂയ. നിന്നെ ജീവിതകാലം മുഴുവനും ബന്ധിച്ചിടുവാൻ, നിന്നെ ജീവിതകാലം മുഴുവനും ഒതുക്കിക്കൊട്ടുവാൻ, നിന്നെ ജീവിതകാലം മുഴുവനും ഈ കണ്ണുനീരിലും ഈ നിരാശയിലും ഈ വേദനയിലും തളച്ചിടുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ശത്രു കൂട്ടം കൂടുമ്പോൾ, ശത്രു ആർപ്പിടുമ്പോൾ നീ അവൻ്റെ കയ്യിൽ പട്ടുപോകാതിരിക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം ആമേൻ അവന്റെ ആത്മാവിനെ നിന്റെ മേൽ അയക്കും. ഓ റീധാന ശഖാറതരെ. ചില ബന്ധനങ്ങൾ ദ്രവിച്ചു പോകും യേശുവിൻ നാമത്തിൽ. ആ വാക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ചിലർക്ക് കൈമാറി ഞാൻ പ്രാർത്ഥിക്കട്ടെ. ചില ബന്ധനങ്ങൾ ദ്രവിച്ചു പോകും. ദേശത്തിലെ മന്ത്രവാദികളാൽ ബന്ധിക്കപ്പെട്ടത് ദ്രവിച്ചു പോകും. ക്ഷുദ്ര പ്രയോഗകന്മാരാൽ ബന്ധിക്കപ്പെട്ടത് ദ്രവിച്ചു പോകും. യേശുവിൻ നാമത്തിൽ. യേശുവിൻ നാമത്തിൽ വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ആമേൻ ഹല്ലേലൂയ. നിനക്ക് വിരോധമായി നിൽക്കുന്ന കൂട്ടം, ശിംശോനേ, നിനക്ക് വിരോധമായി നിൽക്കുന്ന കൂട്ടം, അവർ വെറും കൂട്ടമല്ല. അവർക്ക് നിന്നെ എவ்விதത്തിൽ ബന്ധിക്കണമെന്നറിയാം. അവർക്ക് നിന്നെ എങ്ങനെ തകർക്കണമെന്നറിയാം. അവർക്ക് നിന്നെ എവിടെ ഒടുക്കി കളയണമെന്നറിയാം. ആമേൻ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ദൈവസാന്നിധ്യം തിരിച്ചറിയുന്നവർ ഹല്ലേലൂയ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആമേൻ. ചിലത് ദ്രവിച്ചു പോകും. നീ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ചിലത് ദ്രവിച്ചു പോകും. ഈ വൈകുന്നേരം നിനക്ക് വേണ്ടി ആമേൻ ഹല്ലേലൂയ ചിലത് ദ്രവിച്ചു പോകും. നിന്നെ തൊടുവാൻ കഴിയാത്ത വിധത്തിൽ ചിലത് ഇന്ന് ഈ വൈകിയ വേളയിൽ ദ്രവിച്ചു പോകുക. ആമേൻ. ഒത്തിരി സാക്ഷ്യങ്ങൾ ഫാമിലിയുമായുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് പറയുവാനുണ്ട്. ഒത്തിരി സ്ഥലങ്ങളിൽ കടന്നുപോയി പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പലരും വേദനയോടെ പറയാറുണ്ട്, ദേവദാസനെ വർഷങ്ങളായി എൻ്റെ വീട്ടിനകത്ത് സന്തോഷമില്ല, വർഷങ്ങളായി എൻ്റെ വീട്ടിനകത്ത് സമാധാനമില്ല. നിങ്ങൾ നോക്ക്, ഇത്ര പഠിച്ച മകൻ നിൽപ്പുണ്ട്, ഇത്ര പഠിച്ച മകൾ നിൽപ്പുണ്ട്, നല്ലൊരു ജോലിയില്ല, അവർ സ്തോത്രം ആഗ്രഹിക്കുന്നത് പോലെ പുറത്തു വരുവാൻ കഴിയുന്നില്ല. ആമേൻ സ്തോത്രം. കടത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ പറയും, ആമേൻ ഈ കടം വന്നത്, ഈ കടം തുടങ്ങിയത് എൻ്റെ മകൻ പോയി രക്ഷപ്പെടുമെന്ന് കരുതി ഞാൻ പലിശക്കെടുത്ത് വിട്ടതാണ്. പോയതുപോലെ അവൻ തിരിച്ചു വന്നു. ആമേൻ ഹല്ലേലൂയ. പോയതുപോലെ ഏതൊരു പ്രവർത്തിക്കും അതിന് തക്ക പ്രതിപ്രവൃത്തി ഉണ്ടെന്ന് സ്തോത്രം ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ അവൻ പോയതുപോലെ തിരികെ വന്നു. ആമേൻ. അവൻ പോയതുപോലെ തിരികെ വന്നു. പോയപ്പോൾ കൊണ്ടുപോയതെല്ലാം നഷ്ടപ്പെട്ടു പോയി. ആമേൻ. പോയപ്പോൾ കൊണ്ടുപോയതെല്ലാം നഷ്ടപ്പെട്ടു പോയി. ദേവദാസനെ നോക്ക്, ഒന്നോ രണ്ടോ തവണയല്ല, അതേ അധികം തവണ പോയി, പക്ഷേ പരാജയപ്പെട്ടു പോയി. ഇന്ന് മുറിക്കകത്ത് ഒന്നുമാകുവാൻ കഴിയാതെ ഞങ്ങളുടെ തലമുറകൾ ഇരിക്കുന്നു. ആമേൻ. അവരുടെ അവസ്ഥ കാണുമ്പോൾ ഞങ്ങൾ സങ്കടപ്പെടാറുണ്ട്. എങ്കിലും സങ്കടത്തെ മാറ്റിവെച്ച് ദൈവസേനയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പലയിടങ്ങളിലും കണ്ണുകൊണ്ട് ഞങ്ങൾക്ക് മാത്രമല്ല അവർക്കും കാട്ടിക്കൊടുത്തിട്ടുണ്ട് ദ്രവിച്ചു പോകുന്ന ബന്ധനങ്ങളെ. ആമേൻ ഹല്ലേലൂയ. ദ്രവിച്ചു പോകുന്ന ബന്ധനങ്ങളെ പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ, തലമുറകൾക്ക് പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ, നിന്റെ കരിയർ മെച്ചപ്പെടുത്തുവാൻ കഴിയാത്ത വിധത്തിൽ, നന്മ പ്രാപിക്കുവാൻ കഴിയാത്ത വിധത്തിൽ, കർത്താവിന് വേണ്ടി പോലും പ്രയോജനപ്പെടുത്തുവാൻ കഴിയാത്ത വിധത്തിൽ
നാമത്തിൽ ദേശത്തിലെ മന്ത്രവാദികളാൽ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കി നിന്നെ തകർത്ത് കളയുവാൻ തക്കവണ്ണം ആഭിചാരങ്ങളെ ചെയ്ത് യേശുവിൻ നാമത്തിൽ വർഷങ്ങളായി ശക്തിയൊരു ആയുധമായി നിന്നെ തകർത്തുകൊണ്ട് നിന്റെ കാലടികളെ മറിച്ചു കളയുന്ന ആയുധം ഇന്ന് ദ്രവിച്ചു പോകുക. ആമേൻ. യേശുവിൻ നാമത്തിൽ ആ ആയുധത്തിന് ഇനി പച്ചപ്പില്ല. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശിംശോനുമേൽ വന്നു. കേൾക്കണമേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശിംശോനുമേൽ വന്നു. ശിംശോനുമേൽ വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? വചനം പറയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശിംശോനുമേൽ വന്നു. അവനെ കെട്ടിയിരുന്ന കെട്ടുകൾ ദ്രവിച്ചുപോയി. കെട്ടിയിരുന്ന കെട്ടുകൾ ദ്രവിച്ചുപോയി. സ്തോത്രം. ആ കെട്ടുമായി സ്തോത്രം പരസ്യ കോലമാക്കുവാൻ കാത്തുനിന്ന ശത്രുക്കൾ കാണുകേ. സ്തോത്രം. വചനം പറയുന്നു, സ്തോത്രം, അവനെ എവിടെ ബന്ധിച്ചൊതുക്കുവാൻ ശത്രു പദ്ധതി ഒരുക്കിയോ അവിടെ സ്തോത്രം ദൈവം അവനെ മാനിക്കുകയുണ്ടായി. ആമേൻ. എവിടെ നീ ബന്ധിക്കപ്പെട്ടവനായി ഒതുങ്ങിക്കൂടണമെന്ന്, ഒതുങ്ങി പോകണമെന്ന് ശത്രു ആഗ്രഹിക്കുമോ അവിടെ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. അവിടെ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ വൈകിവേളയിലും എന്നെ കേൾക്കുന്ന പ്രിയരെ, പിന്നെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നിനക്ക് കിട്ടിയ ഈ സമയം അത് വെറുതെയല്ല. നീ ഈ വൈകിവേളയിൽ ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ അത് വെറുതെയല്ല. ബന്ധനത്തെ അഴിക്കുവാൻ തന്റെ ആത്മാവിനെ അയക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചായിരിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ വൈകിയ വേളയിൽ വരും. ആമേൻ. നീ കെട്ടപ്പെട്ടവനായി തിരികെ പോകുവാൻ എന്റെ ദൈവം അനുവദിക്കത്തേയില്ല. നിന്റെ കെട്ടുകളെ അഴിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ബന്ധനങ്ങളെ അഴിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കണ്ണുനീരിന് അറുതി വരുത്തുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ നിരാശയുടെ അനുഭവങ്ങളെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ഈ രാത്രിയിലും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുക. നീ കടന്നു വന്നതുപോലെ മടങ്ങി പോകുവാൻ അനുവദിക്കാത്ത, നിന്നെ മടക്കി അയക്കുവാൻ ഇഷ്ടപ്പെടാത്തൊരു ദൈവം ഇന്ന് രാത്രിയിലും എനിക്കും നിനക്കും മധ്യത്തിൽ ഉലാവുന്നുണ്ട്. വചനം പറയുന്നു, 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നതിന് മധ്യത്തിൽ ഞാനുണ്ട്. ആ ഞാനാകുന്നവൻ ഞാൻ അടിമഗ്രഹത്തിന്റെ കെട്ടുകളെ പൊട്ടിച്ച് ഇരുമ്പോടാമ്പലുകളെ തകർത്ത് തന്റെ സ്വന്തം ജനത്തെ നീട്ടിയ കരത്താലും ബലമുള്ള ഭുജത്താലും വീണ്ടെടുത്ത സർവശക്തനായ ദൈവം ഇന്ന് രാത്രി നിനക്ക് മധ്യത്തിലുണ്ട്. ഏൽപ്പിച്ചു പ്രാർത്ഥിക്ക്. ആ കെട്ടുകളെ എന്റെ ദൈവം പൊട്ടിക്കും. ആമേൻ. ഫറവോന്റെ മന്ത്രവാദികൾ കെട്ടിയ കെട്ടിനെ, മിസ്രൈമിലെ ശകുനവാദികൾ കെട്ടിയ കെട്ടിനെ, മിസ്രൈമിലെ ശുദ്രപ്രയോഗകന്മാർ 430 വർഷം രാപ്പകൽ ഭേദമന്യേ കെട്ടിയ കെട്ടിനെ പൊട്ടിച്ച ദൈവം, സർവശക്തനായ ദൈവം ഇന്ന് ഈ വൈകിയ വേളയിൽ നിന്റെ മധ്യ വന്നിട്ടുണ്ട്. ആമേൻ. കെട്ടുപൊട്ടും, നീ സ്വതന്ത്രം പ്രാപിക്കും. ആമേൻ. യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ആമേൻ. നോക്കൂ, ഇവിടെ കെട്ടപ്പെട്ട ശിംശോനെ കുറിച്ച് മാത്രമല്ല, കെട്ടിയവരെ കുറിച്ച് മാത്രമല്ല, കെട്ടപ്പെട്ടതിനു ശേഷം എന്ത് സംഭവിച്ചു എന്ന് മാത്രമല്ല, കെട്ടുപൊട്ടിക്കുന്ന ദൈവത്തെക്കുറിച്ച് മാത്രമല്ല, എങ്ങനെ കെട്ടപ്പെട്ടു, എങ്ങനെ പെട്ടപ്പെട്ടു എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു ചതിയിലൂടെ കെട്ടപ്പെട്ട അനുഭവത്തെ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. എങ്ങനെയാണ് ശത്രു സ്തോത്രം അവനെ കെട്ടി ബന്ധിച്ചത്? ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ, അവനെ ദിവസം പ്രതി വാക്കുകളാൽ ബുദ്ധിമുട്ടിച്ചു, അസഹ്യപ്പെടുത്തി. അവൻ മരിപ്പാൻ തക്കവണ്ണം വ്യസനപരവശനായി തീർന്നിട്ട് തൻ്റെ ഉള്ളം മുഴുവനും അവളെ അറിയിച്ചു. ചോദിച്ച് ശിംശോനെ അസഹ്യപ്പെടുത്തി. ശിംശോന്റെ ശക്തി ഏതിലെന്ന് തിരിച്ചറിഞ്ഞ് ശിംശോനെ കെട്ടിയ കെട്ടുകൾ. ആമേൻ. സ്തോത്രം. ബന്ധിക്കപ്പെട്ടവരായി എന്നെ കേൾക്കുന്ന നിങ്ങൾ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുമെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാൻ എളുപ്പമാണ്. എവിടെയാണ് കെട്ട് വീണത്? ആരാണ് നിങ്ങളെ അസഹ്യപ്പെടുത്തിയത്? മകൾ എന്ത് പഠിക്കുന്നു? എത്രത്തോളമാണ് അവളുടെ പഠന നിലവാരം? എങ്ങനെയാണ്? എല്ലാത്തിനും A+ കിട്ടുമോ? A+ കിട്ടിയാൽ അടുത്ത് എവിടെ അയക്കും? എങ്ങോട്ട് പറഞ്ഞു വിടും? അവൾ എന്ത് ചെയ്യുവാൻ പോകുന്നു? സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അസഹ്യപ്പെടുത്തി ചോദിച്ച് നിന്റെ ഉള്ളും നിന്റെ സ്വപ്നങ്ങളും അറിഞ്ഞ് ഇന്ന് ഈ വൈകിയ വേളയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നീ വിളിച്ചു പറഞ്ഞത് ഒന്നുപോലും നിവർത്തിയാകുവാൻ കഴിയാത്ത വിധത്തിൽ എങ്ങനെ മുൻപോട്ട് പോകും, എൻ്റെ തലമുറയുടെ ഭാവി എന്തായിത്തീരുമെന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടായിരിക്കുന്ന നിന്നോട് പറയട്ടെ, ചോദിച്ച് ശത്രു കെട്ടിയ കെട്ടിനെ ഇന്ന് രാത്രി സർവശക്തനായ ദൈവം അഴിക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. നിന്റെ ഉള്ളറിഞ്ഞ് കെട്ടിയ കെട്ടിനെ, നിന്റെ സ്വപ്നങ്ങളെ ചോദിച്ചറിഞ്ഞ് കെട്ടിയ കെട്ടിനെ, നീ ആരാണ്, നീ എന്താണെന്ന് തിരിച്ചറിഞ്ഞ്, നിന്റെ ശക്തി എന്തിനെന്ന് തിരിച്ചറിഞ്ഞ്, നിന്റെ പ്രാർത്ഥനയെ പോലും കെട്ടിയ കെട്ടിന് പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ നിന്നെ കെട്ടിബന്ധിച്ച് ഒതുക്കി ആ ഒതുക്കത്തെ യേശുവിൻ നാമത്തിൽ ഈ വൈകിയ വേളയിൽ നീ ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ ആമേൻ കേൾക്ക
നിനക്ക് ആ ശത്രു കെട്ടിയ കെട്ടിനെ എൻ്റെ ദൈവം പൊട്ടിക്കുക. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. വചനം പറയുന്നു, അവൻ അസഹ്യപ്പെട്ടു, അവളുടെ വാക്കുകളാൽ അവൻ അസഹ്യപ്പെട്ടു. ആമേൻ. പറയരുത് എന്ന് കരുതിയത് പറഞ്ഞു. ആമേൻ. പറയുവാൻ പാടില്ല എന്ന് അറിവുണ്ടായിരുന്നത് പറഞ്ഞു. ആമേൻ. പറയരുത് എന്ന് കരുതിയത് പറഞ്ഞതുകൊണ്ട്, പറയുവാൻ പാടില്ലാത്തത് പറഞ്ഞതുകൊണ്ട് വചനം പറയുന്നു, ശിംശോൻ ബന്ധിക്കപ്പെട്ടു. ചോദിച്ച് ശിംശോനെ ബന്ധിച്ച ഫെലിസ്ത്യരുടെ ഏജന്റായ ദലീല. ആമേൻ, സ്തോത്രം. പല ഏജന്റുമാർ നമ്മെ ബന്ധിക്കുവാൻ നമുക്കൊപ്പം കൂടെ കൂടും. ആമേൻ, സ്തോത്രം. നീ ഒരു ദൈവ പൈതലായതുകൊണ്ട്, കർത്താവിന് വേണ്ടി നീ നിൽക്കേണ്ടത് കൊണ്ട്, ഇന്ന് ഈ വൈകിയവേളയിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഇതിനകത്തായിരിക്കുന്ന ഓരോ വ്യക്തികളെയും നോക്കി വിളിച്ചു പറയട്ടെ, സ്തോത്രം. വിശ്വാസികളായി ആരും ഇതിനകത്തില്ല, എല്ലാം ശുശ്രൂഷകന്മാരാണ്. ആമേൻ. ചെറുതു മുതൽ വലുതു വരെ കർത്താവിന് വേണ്ടി അങ്ങറ്റം ഇങ്ങറ്റം ഓടി നടന്ന് ശുശ്രൂഷ ചെയ്യുവാനുള്ളവരാ. ആമേൻ, സ്തോത്രം. നീ ചെയ്യത്തില്ല എന്ന് പറഞ്ഞാലും, അതൊന്നും നമ്മുടെ പരിപാടി അല്ല എന്ന് പറഞ്ഞാലും, നീ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടും. എൻ്റെ കർത്താവ് നിന്നെ ചില സ്ഥാനങ്ങളിൽ ബ്യൂട്ടിഫുള്ളായി പ്രസന്റ് ചെയ്യും. ആമേൻ. മോശ പറയുക, കർത്താവേ, എൻ്റെ കാല് കൊള്ളാവുന്നുള്ളവന്മാരൊക്കെ ഉണ്ട്. ആമേൻ. വിക്കില്ലാത്തവന്മാരുണ്ട്, ആരോഗ്യമുള്ളവന്മാരുണ്ട്. ആമേൻ. കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ളവന്മാരുണ്ട്. നീ അവരെ നോക്ക്. പക്ഷേ ദൈവം പറയും, മോശേ, എനിക്ക് നിന്നെ കൊണ്ട് നിർത്തിയാൽ മതി. നിന്നെ നല്ല ബ്യൂട്ടിഫുള്ളാക്കി ഞാൻ 30 ലക്ഷത്തിന് മുമ്പിൽ പ്രസന്റ് ചെയ്യും. ആമേൻ. നിന്നെ നല്ല ബ്യൂട്ടിഫുൾ ആക്കി 30 ലക്ഷത്തിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യും. കേവലം 2 പേരുടെ മുമ്പിൽ തന്നെ പ്രസന്റ് ചെയ്യുവാൻ കഴിയാത്തവനെ, 40-ാമത്തെ വയസ്സിൽ കേവലം 2 പേരുടെ മുമ്പിൽ തന്നെ പ്രസന്റ് ചെയ്യുവാൻ കഴിയാത്തവനെ, 80-ാമത്തെ വയസ്സിൽ 30 ലക്ഷം പേരുടെ മുമ്പിൽ നല്ല ബ്യൂട്ടിഫുള്ളായി പ്രസന്റ് ചെയ്ത സർവശക്തനായ ദൈവം ഇന്ന് രാത്രിയിലും അതേ നിന്നെ ചില സ്ഥാനങ്ങളിൽ അനേകരുടെ മധ്യത്തിൽ പ്രസന്റ് ചെയ്യും. യേശുവിൻ നാമത്തിൽ നീ ഏൽപ്പിച്ചു കൊടുത്താൽ വേഗത്തിൽ നീ അത് കാണും. ആമേൻ, ഹല്ലേലൂയ. അല്ലെങ്കിൽ കർത്താവ് നിന്നെ വിടത്തില്ല. ആമേൻ. യോനെ വിഴുങ്ങിയ മത്സ്യം, ആമേൻ, കടലിൽ മാത്രമല്ല കരയിലുമുണ്ട്. യോനമാരെ കേൾക്ക്. ആമേൻ. യോനെ വിഴുങ്ങിയ മത്സ്യം കടലിൽ മാത്രമല്ല കരയിലുമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഒരു ഭവനത്തിനകത്ത് ഒരു മീറ്റിംഗിനായി കടന്നുപോയി. ആ ഭവനത്തിനകത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യോനയുടെ പുസ്തകത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ആലോചനയായി ആ കുടുംബത്തോട് അറിയിച്ചു. അവിടെ വളരെ മിടുക്കനായ, വളരെ സ്തോത്രം സ്പോർട്ടിയായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ കഴിയുന്ന ഒരു കുഞ്ഞുമകൻ, അവൻ +2 പഠിക്കുന്നു. അവൻ സ്തോത്രം മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ സ്തോത്രം വെപ്രാളപ്പെട്ടിങ്ങനെ ഇരിക്കുക. ആമേൻ, സ്തോത്രം. അവന്റെ വെപ്രാളം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവൻ എന്തോ ചോദിക്കുവാനുണ്ട്. ആമേൻ, സ്തോത്രം. ഇവൻ എനിക്ക് എന്തോ പണി തരുവാനുള്ളതാണെന്നും ആമേൻ ദീർഘവർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലായി. ആമേൻ. അവൻ കഴിഞ്ഞ ഉടനെ ആഹാരം കഴിക്കാൻ പോലും വിടുന്നതിന് മുമ്പ് ചോദിച്ചു, അങ്കിളൊക്കെ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ 3 ദിവസം കടലിനകത്ത് മത്സ്യത്തിന്റെ വായ്ക്കകത്തൊക്കെ കിടക്കുമെന്ന് പറയുന്നത്? ഇതൊക്കെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ? ആമേൻ. ഇതൊക്കെ വിശ്വസിക്കുന്നത് പോട്ട് ഞങ്ങളെപ്പോലുള്ള പിള്ളേരൊക്കെ ഉള്ളിടത്ത് വന്നെന്ന് പറയുന്നതല്ലേ നമ്മുടെ വിശ്വാസത്തിന് പോലും കോട്ടം സംഭവിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ആ കുഞ്ഞിനോട് ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു. അതൊക്കെ സംസാരിക്കുവാൻ നമുക്ക് സമയം ഇല്ലല്ലോ. എങ്കിലും ആ കുഞ്ഞിനോട് പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അവൻ വിശ്വസിച്ചാലും അവൻ വിശ്വസിച്ചില്ലെങ്കിലും ദൈവം യോനെ 3 നാൾ മത്സ്യത്തിനുള്ളിൽ ആക്കി എന്നത് സത്യമാണ്. അത് യോന പറഞ്ഞത് മാത്രമല്ല, എൻ്റെ യേശുവും പറഞ്ഞതാണ്. ആമേൻ, ഹല്ലേലൂയ. എൻ്റെ യേശു അത് സർട്ടിഫൈ ചെയ്തതുകൊണ്ട് അത് സത്യമാണ്. അവന് ഡൈജസ്റ്റ് ആവാത്തത് തിമിംഗലം വിഴുങ്ങിയത് കൊണ്ടല്ല അവന് ദഹിക്കാത്തത്. അവന് ദഹിക്കാത്തത് 3 ദിവസം എങ്ങനെ? ഹൗ ഈസ് പോസിബിൾ? 3 ദിവസം എങ്ങനെ? ഞാൻ പറഞ്ഞു, മോനെ, കടലില്ലെങ്കിലും 6 നദിയും ഒന്നും അടുത്തില്ലെങ്കിലും വഴി തെറ്റിപ്പോയാൽ ആമേൻ നിന്നെ വിഴുങ്ങുവാൻ വേണ്ടി അന്തരീക്ഷത്തിലും ഒരു തിമിംഗലമുണ്ട്. ആമേൻ. കടലും കായലും ഒന്നും വേണ്ട. ആമേൻ, സ്തോത്രം. നിന്നെ എത്തിക്കാമെന്ന് കർത്താവ് കണ്ടിരിക്കുന്ന സ്ഥാനത്തേക്ക് നീ നടന്നെത്തിയില്ലെങ്കിൽ ആമേൻ കരയിലും തിമിംഗലം വരും. ആമേൻ, ഹല്ലേലൂയ. യോന കടലിലെ തിമിംഗലത്തെ കുറിച്ച് എഴുതിയെങ്കിൽ നീ കരയിലെ തിമിംഗലത്തെ കുറിച്ച് പറയും. ആമേൻ, ഹല്ലേലൂയ. ആ തിമിംഗലം ചത്തിട്ടില്ല. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലും ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണോ? ആമേൻ, ഹല്ലേലൂയ. ആ തിമിംഗലം എന്ന മഹാ കഷ്ടത്തിൽ നിന്ന് നിന്നെ വിടുവിക്കുവാൻ എൻ്റെ ദൈവം മതിയായവനാ. നീ തീരുമാനമെടുത്തതാ, നീ കർത്താവിന്റെ സന്നിധിയിൽ തീരുമാനമെടുത്തതാ. ഈ രാത്രി ഏൽപ്പിച്ചു കൊടുക്ക്. അപ്പാ, നിന്റെ വിളി നീ വിളിച്ചു, നിന്റെ വിളി കേട്ട് ഞാൻ ഇറങ്ങി. ഞാൻ ഇന്ന് ബന്ധിക്കപ്പെട്ടവനായിരിക്കുന്നു. എൻ്റെ ഹൃദയം ഞാൻ പലരുടെയും മുമ്പിൽ പകർന്നു. ആമേൻ, ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ,
നമ്മുടെ ദൈവം, ആ ദൈവത്തെക്കുറിച്ച് സ്തോത്രം ഭക്തന്മാർ അടിക്കടി പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് സങ്കീർത്തനക്കാരനായ ദാവീദ് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്, തകർന്ന ഹൃദയത്തിൻ്റെ നിലവിളി അവൻ കേൾക്കുന്നു, അവൻ തകർന്ന ഹൃദയങ്ങളെ കാണുന്നു. ആമേൻ, സ്തോത്രം. നിങ്ങൾ ആ സമയം ഒന്ന് ചിന്തിക്കണമേ. തകർന്ന ഹൃദയത്തെക്കുറിച്ച് ഭക്തന്മാർ പറയുന്നുണ്ട്, നല്ല മിനുത്ത ഹൃദയത്തെക്കുറിച്ച് പറയുന്നില്ല. ആമേൻ. തകരുമ്പോൾ ഹൃദയം ദൈവത്തിൻ്റെ സന്നിധിയിൽ പകരപ്പെടും. മിനുത്ത ഹൃദയമുള്ളപ്പോൾ ഹൃദയം വേറെ എവിടെയെങ്കിലും പകരപ്പെടും. ആമേൻ, സ്തോത്രം. ആ പകരപ്പെടുന്നതാണ് പ്രശ്നമായി മാറുന്നത്. അറിഞ്ഞോ അറിയാതെയോ പകരപ്പെട്ടു, കെട്ടപ്പെട്ടു. ആമേൻ, യേശുവിൻ നാമത്തിൽ. അറിഞ്ഞോ അറിയാതെയോ നീ നിന്റെ ഹൃദയത്തെ പകർന്നു. ദൈവത്തിന് മുമ്പിലല്ല, ലോകത്തിന് മുമ്പിൽ. അറിഞ്ഞോ അറിയാതെയോ ശത്രുവിന് മുമ്പിൽ, ആമേൻ, നീ നിന്റെ ഹൃദയത്തെ പകർന്നു. ആമേൻ, സ്തോത്രം. അസഖ്യപ്പെടുത്തുന്നവർ നിങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു നോർമൽ മനുഷ്യൻ ആരെയും അസഖ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ആമേൻ, സ്തോത്രം. നിങ്ങളും പലരോടും വിശേഷങ്ങൾ അന്വേഷിക്കാറുണ്ട്. മക്കളെ എന്തിനു പഠിപ്പിക്കാൻ പോകുന്നു, എവിടെ വിടാൻ പോകുന്നു? ആമേൻ, ചോദിച്ചു കൊള്ളാം, നന്നായിരിക്കട്ടെ, ഇത്രയും പറയും, നമ്മൾ പോകും. അല്ലാതെ അതിൻ്റെ സോഴ്സ് എവിടെയാണ്, എത്ര മാർക്കുണ്ട്, ഏത് ഏജൻസിയാണ്, അവിടെ പോയാൽ എത്ര കിട്ടും, അവിടെ എന്ത് സംഭവിക്കും, ഇതൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയുക, അവൾ മനുഷ്യൻ്റെ അല്ല, പിശാചിൻ്റെ ഏജന്റ് അത്ര. യേശുവിൻ നാമത്തിൽ. ആമേൻ, സ്തോത്രം. നിന്റെ തലമുറ പുറത്തു വരരുതെന്ന്, നീ നന്മ പ്രാപിക്കരുതെന്ന്, നീ അനുഗ്രഹം പ്രാപിക്കരുതെന്ന്, നീ കർത്താവിന് വേണ്ടി നിൽക്കരുതെന്ന്, നീ പ്രാർത്ഥിക്കുന്ന സമയത്തെ പോലും ചോദിച്ച്, നിന്റെ ഉപവാസ പ്രാർത്ഥനയുടെ രീതിയെ ചോദിച്ച്, ആമേൻ, നിന്റെ ആത്മീയ ജീവിതത്തെ പോലും ബന്ധിച്ച ബന്ധനം ഇന്ന് ഈ വൈകിയ വേളയിൽ തീ തൊട്ട ചണനൂൽ പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ നിന്റെ മേൽ വന്ന് ആ കെട്ട് പൊട്ടുകയാ. ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. യേശുവിൻ നാമത്തിൽ നിന്റെ ശുശ്രൂഷയെ കെട്ടിയ, നിന്റെ ആത്മീയ ജീവിതത്തെ കെട്ടിയ റാഥിയ ശഖാരഥരെ ശന്ധാരകന ധീപരവൗഡ ശന്ധോരകന നിന്റെ വിദ്യാഭ്യാസത്തെ കെട്ടിയ യേശുവിൻ നാമത്തിൽ പുറത്തു വരുവാൻ, നന്മ പ്രാപിക്കുവാൻ കഴിയാത്ത വിധത്തിൽ കെട്ടിബന്ധിച്ച സകല ബന്ധനങ്ങളെയും കെട്ടഴിച്ചു വിടുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഈ വൈകിയ വേളയിൽ, ഈ 6-ാം മണി നേരത്ത് തിരിച്ചറിയുന്നവർ മടികൂടാതെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. കെട്ടപ്പെട്ടവനായി നീ കടന്നു വന്നുവെങ്കിൽ കെട്ടഴിഞ്ഞവനായി നിന്നെ മടക്കി അയക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ സാന്നിധ്യം നീ അനുഭവിച്ചു കൊണ്ടിരിക്കുക. യേശുവിൻ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. കെട്ടപ്പെട്ടവനായി ബാധിക്കപ്പെട്ടവനായി നിന്നെ മടങ്ങുവാൻ അനുവദിക്കാത്തൊരു ദൈവം. ഓ രാധാ ഷഖാരഥരെ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി യേശുവേ. ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ആ കെട്ട് അഴിയുക യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ഒരുമിച്ച് ഒരു നിമിഷം ദിവസത്തിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. ആരും മൗനമായിരിക്കരുത്. ഇന്ന് രാത്രിയിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം, ബന്ധനങ്ങളെ അഴിക്കുന്ന ഒരു ദൈവം, കെട്ടുകളെ പൊട്ടിക്കുന്ന ഒരു ദൈവം, പർവ്വത മുകളിന്റെ സ്തോത്രം വിജനത നോക്കാതെ മോശയ്ക്ക് വേണ്ടി ഇറങ്ങി വന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ആമേൻ. നദിക്കരയുടെ ചള്ളനാറ്റം നോക്കാതെ ആമേൻ ദാനിയേലിന് വേണ്ടി ഇറങ്ങി വന്ന ഒരു ദൈവം. പത്മോസിന്റെ ശബനാറ്റം നോക്കാതെ പത്മോസിൽ സ്തോത്രം ആമേൻ സ്തോത്രം യോഹന്നാന് വേണ്ടി ഇറങ്ങി വന്ന ഒരു ദൈവം ഈ രാത്രി നിനക്ക് വേണ്ടി ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. റാധിയ ശഖാരഥരെ ശന്ധാരകന തീബൽ ബൗഡ ശന്ധോരകന. യേശുവിൻ നാമത്തിൽ ഒരുമിച്ച് ആ നല്ല കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആരും മൗനമായിരിക്കരുത്. ഈ രാത്രി ആമേൻ നിങ്ങളുടെ വായകൾ അടയാതിരിക്കുമെങ്കിൽ, നിങ്ങളുടെ കരങ്ങൾ താഴാതിരിക്കുമെങ്കിൽ, യേശുവിൻ നാമത്തിൽ നിങ്ങളുടെ ശരീരം വിട്ടുകൊടുത്ത് നിങ്ങൾ ആരാധിക്കുമെങ്കിൽ, കെട്ടപ്പെട്ടവനായി നീ വന്നു, കെട്ടപ്പെട്ടവളായി നീ വന്നു, രോഗിയായി നീ വന്നു, ബാധിക്കപ്പെട്ടവനായി നീ വന്നു, നിന്ന കേൾക്കുന്നവനായി നീ വന്നു, അത് മാറി നീ മടങ്ങി പോകുവാൻ പോകുക യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്. ഒരുമിച്ച് നമുക്ക് കരങ്ങൾ തട്ടി അനുഗ്രഹീതമായൊരു പാനം പാടി കർത്താവിന്റെ നാമത്തെ ഉയർത്താം. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും, ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.